നമസ്കാരം. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി തേവര തിരുഹൃദയ കലാലയത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വം. ഈ വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ തിരുഹൃദയ കലാലയത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ, അതിലുപരിയായുള്ള ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന മധുരകരമായ ഓർമ്മകൾ, താൻ വന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെ സൈക്കിളിൽ ഈ ക്യാമ്പസിലേക്ക് എത്തിക്കൊണ്ടും തൻ്റെ സ്തുത്യർഹമായ സേവനങ്ങൾ കൊണ്ടും ശ്രദ്ധേയനാകുന്ന ആൻ്റണി ചേട്ടനെയാണ് ഇന്ന് നാം പരിചയപ്പെടുവാനായി പോകുന്നത്. തേവര തിരുഹൃദയ കലാലയവുമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായുള്ള ഒരു ബന്ധമാണ് താങ്കൾക്കുള്ളത്. അപ്പോൾ ആ ഒരു യാത്രയെക്കുറിച്ച്, ഈ 40 വർഷത്തിലധികമുള്ള ഈ തിരുഹൃദയ കലാലയവുമായുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ ചുരുക്കി ഒന്ന് പറയാമോ? തിരുഹൃദയ കലാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 82 കാലഘട്ടത്തിലാണ്, 81-82 കാലഘട്ടത്തിലാണ് ഇവിടെ എത്തണത്. എത്തിയത് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പിലേക്ക് കുറച്ച് ഗ്രില്ല് ഗേറ്റുകളൊക്കെ റിപ്പയർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടാണ് ഞാനിവിടെ ആദ്യം എത്തുന്നത്. അത് തുടർന്ന് ഇങ്ങനെ മെയിൻ്റനൻസ് കാര്യങ്ങളിലേക്ക് ഞാൻ ഏർപ്പെട്ട് ഈ വർഷം വരെയും എന്ന് വെച്ചാൽ ഇപ്പോൾ വരെയും ഞാൻ നിന്നിട്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒത്തിരി നല്ല വികസനങ്ങൾ ഈ കോളേജിൽ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയത്തക്ക വിധത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മത്തായി അച്ഛനാണ് പ്രിൻസിപ്പളായിട്ടിരിക്കുന്നത്. പുള്ളിയുടെ നേതൃത്വത്തിലും വർക്കുകൾ നടന്ന് ഇങ്ങനെ മാറി വരുന്ന പോലെ പ്രിൻസിപ്പൾമാരും വർക്കുകൾ ഏൽപ്പിക്കും. അതിന് ബെറസാറുമാരുണ്ട്, അങ്ങനെ വർക്കുകൾ ചെയ്തിട്ടിരിക്കണം. അന്നത്തെ കാലഘട്ടത്തിലുള്ള കോളേജ് അല്ല ഇന്നുള്ളത്. അന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിലും സാറുമാരുണ്ടെങ്കിലും അവരുടെ യാത്രയും വസ്ത്രധാരണയും പഠിപ്പും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വന്നിരുന്നത് സാറുമാർ കാറിന് വരുന്നവർ തന്നെ വളരെ പരിമിതമാണ്. സൈക്കിൾ യാത്ര അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ആകെ എനിക്ക് തോന്നുന്നത് അന്നൊരു വണ്ടി ഉണ്ടായിരുന്നത് പ്രിൻസിപ്പൽ അച്ഛൻ എന്നൊരു ലാംബി സ്കൂട്ടർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ അച്ഛന്മാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പോ ഉണ്ടായിരുന്നു. ആ ഒരു ടെമ്പോ മാത്രം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ ഒരു തുടക്കം ഞാൻ വരുമ്പോഴുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ എത്താനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞില്ല, ഞാനന്ന് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് അളിയനപ്പോൾ എന്നെ വന്ന് വിളിച്ച് ഒരു ദിവസം ഇവിടെ കുറച്ച് വർക്കുണ്ട് വന്നുവെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മെയിൻ്റനൻസ് വർക്കാണ്. അത് ഞാൻ ചെയ്ത് വന്ന വഴി അതാണ്. ഞാൻ എന്ന് വെച്ചാൽ അളിയനാണ് എൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്. ആ യാത്രയാണ് എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വർക്കിന് അന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിഷനറി ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എല്ലാം കൈകൊണ്ട് നമ്മൾ ചെയ്യണം. എന്തെങ്കിലും ഒരു ഗേറ്റ് ഉണ്ടാക്കണമെങ്കിലും ഗ്രില്ല് ഉണ്ടാക്കണമെങ്കിലും മെഷീൻ എന്ന് പറയുന്ന സാധനങ്ങളൊന്നുമില്ല. നമ്മൾ കൈകൊണ്ട് കട്ട് ചെയ്ത് ആമറിനൊക്കെ അടിച്ച് കട്ട് ചെയ്താണ് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സാഹചര്യങ്ങളൊക്കെ മാറി ഒരുപാട് പുതിയ മെഷീനറികളൊക്കെ വന്നു. അതിൻ്റെ മാറ്റങ്ങളും ഉണ്ട്. അപ്പോൾ കോളേജിലാണെങ്കിൽ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നടക്കുകയാണ്. പിന്നെ കോളേജ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ കോളേജിന്റെ മുഖച്ഛായ അല്ല ഇന്നുള്ളത്. അതൊരു പ്രധാന വ്യത്യാസങ്ങൾ എന്തായിരിക്കും? പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50 വർഷമായി കഴിഞ്ഞപ്പോൾ ഈ കോളേജിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു നിലയും കൂടി പൊക്കി. അത് കഴിഞ്ഞിട്ട് ആ ബിൽഡിങ്ങിന്റെ വർക്ക് ഫ്രണ്ട് മാത്രം തീർത്ത് കോളേജിന്റെ ഒരു ജൂബിലിയോടനുബന്ധിച്ചാണ് അത് അങ്ങനെ ചെയ്തത്. അതെനിക്ക് തോന്നുന്നു സക്രിയ സച്ചനാണ് അത് ചെയ്യിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അതിൻ്റെ മേളിലൊരു മാതാവിൻ്റെ നമ്മളുടെ ക്രൈസ്റ്റിൻ്റെ ഒരു വലിയൊരു രൂപയിരിപ്പുണ്ട്. ആ രൂപം അത് കഴിഞ്ഞിട്ട് പിട്ടാപ്പള്ളിയച്ചൻ, ജോർജ് പിട്ടാപ്പള്ളിയച്ചൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുമൊക്കെ അത് ബന്ധപ്പെട്ടാണ് അത് മുകളിൽ കയറ്റിയത്. അന്നും ഈ പാപ്പൻ ചേട്ടനാണ് നേതൃത്വം കൊടുക്കുന്നത്. അളിയൻ പുള്ളിയാണ് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ ആ വർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഓർമ്മയിൽ എപ്പോഴും ഇരിക്കുന്നൊരു സംഭവങ്ങളാണത്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ കോളേജിൽ ഒത്തിരി ആൾക്ക് സാറുമാരും കുട്ടികളും ഒക്കെ വന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിലും കോളേജിൽ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നല്ല വികസനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കോളേജിൻ്റെ ബിൽഡിങ്ങിന് കാര്യമായ ഒരു വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ വികസനങ്ങളെല്ലാം ഇങ്ങനെ ഓരോരോ ക്ലാസ് റൂമും മറ്റതും മറിച്ചതും ഒക്കെ ചെയ്ത് കോളേജിന് കാര്യമായ വികസനങ്ങളൊന്നും വന്നിട്ടില്ല. കോളേജ് ബിൽഡിംഗ് പഴമ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്താണ് ഇങ്ങനെ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അന്ന് കളിക്കാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് ഫ്രണ്ടിൽ
ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതേപോലെ വടക്കേ സൈഡിൽ ഷട്ടിൽ കളിക്കാനായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി അവിടെയൊക്കെ വലിയ വലിയ വികസനങ്ങളാണ് വന്നേക്കണം. അതേപോലെ ഗ്രൗണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്ന സമയങ്ങളിലൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് പിന്നീട് വന്നത് അന്ന് ചാർജ് ഉണ്ടായിരുന്നത് അബ്രാഹം സാറായിരുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവിയായിരുന്നു പുള്ളി അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് പുള്ളി അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്യണ സമയങ്ങളിലൊക്കെ പുള്ളി റിട്ടയർഡായി പോയി. അത് കഴിഞ്ഞ് പീറ്റർ തൊമ്മൻ സാറ് വന്നു. പീറ്റർ തൊമ്മൻ സാറ് വന്നതോടുകൂടി ഈ ഗ്രൗണ്ടിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് കംപ്ലീറ്റ് വെട്ടിത്തെളിച്ച് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് മീറ്റൊക്കെ ഇവിടെ നടത്തി പുള്ളി. അതിൽ ഞാനും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒരുപാട് സഹകരിച്ച്, അതുപോലെ ഇതിലേക്കുള്ള സകല എക്യുപ്മെൻസും ഒക്കെ ഉണ്ടാക്കി കൊടുത്തതൊക്കെ നമ്മളുടെ ഒരു ഇതിലാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പോഴും അതുപോലെ തന്നെ ഈ കിടക്കുന്ന സാധനങ്ങൾ മുഴുവനും, ഈ എക്യുപ്മെൻസ് മുഴുവനും നമ്മളാണ് ഇപ്പോഴും മെയിൻ്റനൻസ് ചെയ്യേണ്ടതും പുതിയത് വേണമെന്ന് പറഞ്ഞാലും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കോളേജിന് വലിയ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വികസനങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കോളേജിൻ്റെ ഇപ്പോഴും ആ ഒരു സൗന്ദര്യത്തിൽ നിൽക്കുന്നതിൻ്റെ രഹസ്യം അതാത് സമയങ്ങളിലുള്ള മെയിൻ്റനൻസ് കൃത്യമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ ഊർജ്ജസ്വലമായ ഒരു ടീമാണ്. നല്ല സൂപ്പർവൈസിംഗിൽ ഇപ്പോഴും മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മെയിൻ്റനൻസിൽ നമ്മളും പങ്കാളിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും. ആ ഒരു മെയിൻ്റനൻസിലാണ് കോളേജിൻ്റെ ആ ഒരു സൗന്ദര്യത്തിന് യാതൊരു കളങ്കവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളുടെ കോളേജിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുള്ള അച്ഛന്മാരുടെ ആ ദീർഘവീക്ഷണവും അതുപോലെ ജോലിക്കാരുടെയും ഒരു കഴിവ് നമ്മളെപ്പോഴും മനസ്സിലാക്കാറുണ്ട്. കാരണം ആ തറയുടെ വണ്ണം ഒരു 2.5 അടിയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വേറൊരു കെട്ടാണ് വന്നേക്കണം, അതിലും വണ്ണം കുറഞ്ഞ്. പിന്നെ അടുത്ത നിലക്ക് അതിനേലും വണ്ണം കുറഞ്ഞൊരു കെട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പോലെയൊക്കെയാണ് കിടക്കുന്നത്. ഒരു കാരണവശാലും അതിന് യാതൊരു അനക്കവും കോട്ടവും തട്ടാത്ത വിധത്തിൽ ഇപ്പോഴും അതും നിലനിൽക്കുന്നത് അന്നത്തെ ആ സ്ട്രക്ചറിൻ്റെ ഒരു നല്ലൊരു പ്ലാനിങ് ആണത്. അപ്പോൾ ഇത്രയും വർഷക്കാലമായിട്ട് ഈ വിദ്യാർത്ഥികളെല്ലാവരെയും അടുത്തറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യവും കൂടി. അപ്പം ഒരു കാര്യം കൂടെ ചോദിക്കുക, അപ്പം ഇതിൽ ഈ പണ്ട് കാലത്തെ വിദ്യാർത്ഥികളും ഇന്നത്തെ വിദ്യാർത്ഥികളും അവരുടെ ഒരു മനോഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ അന്നുള്ള ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ വേണമെങ്കിലും അങ്ങനെ നമ്മളൊക്കെ ആയിട്ട് വലിയ അടുപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് വരുന്ന തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ലൊരു സ്നേഹവും അതുപോലെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചേട്ടാ, ഏതാണ് ചേട്ടാ, എങ്ങനെയൊക്കെ ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ള വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് വളരെ താല്പര്യപ്പെടാറുണ്ട്. എൻ്റെ വിവരങ്ങളോ എൻ്റെ എന്നല്ല, ഇവിടെ ജോലി ചെയ്യുന്ന പല ആൾക്കാരുടെയും വിവരങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെ ഒരുപാട് പിള്ളേരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്നത്തെ ഒരു മാറ്റങ്ങളായിരിക്കാം, പഴയ തലമുറക്കാരുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അറിയാനുള്ളൊരാഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ പല ഓഫീസുകളിലും പല ആവശ്യങ്ങൾക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ പഠിച്ചിരുന്നവരൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ വിളിച്ച് ചോദിക്കാനും ചേട്ടാ പേരറിയാൻ പാടില്ലെങ്കിലും ചേട്ടൻ കോളേജിലുള്ളതല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറയും അതെ, ഞാനവിടെ പഠിക്കുകയാണ്, ഇത്ര വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും സാധിക്കുന്ന ഹെൽപ്പുകളൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്, പെൺകുട്ടികളായിട്ടും ആൺകുട്ടികളായിട്ടും ആണെങ്കിലും. അതുപോലെ തന്നെ ഈ അടുത്ത് ഞാൻ വൈറ്റിലയിൽ ഇതുപോലെ ഹബ്ബിൽ ഒരു ബസ് കയറാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ 2 പെൺകുട്ടികൾ അവിടെ വന്ന്. അപ്പോൾ അവർ ഒരു 15 വർഷം മുമ്പൊക്കെ ഇവിടെ പഠിച്ചു വെച്ചാൽ അവരുടെ കയ്യിലൊക്കെ ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ള ഒരു സമയമായി. അവരെന്നോട് ഇതുപോലെ വന്നേച്ചും കുറച്ച് നേരം ശ്രദ്ധിച്ചും ചേട്ടൻ്റെ അവരുടെ കോളേജിലുള്ള അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞങ്ങളവിടെ പഠിച്ചിരുന്ന വെച്ചാൽ ഞങ്ങൾ 2 പേരും ഫിസിക്സിലുണ്ടായിരുന്നു, ഒരാൾ കെമിസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം മോളെ, നിങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കിയല്ലേ, അങ്ങനെയൊക്കെ ഞാൻ അവരോട് പറഞ്ഞു വിട്ടു. നമുക്കൊരു വലിയൊരു സന്തോഷമാണ് തോന്നുന്നത്. കാരണം നമുക്ക് നമ്മളെയൊക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അവരുടെ ആ ഒരു പ്രായമാറ്റങ്ങൾ വന്നെങ്കിലും നമ്മളെയൊക്കെ അവർ ആ കാലഘട്ടത്തിൽ കണ്ടതും ഓർമ്മയിൽ അവരുടെ ഇരിക്കുന്നത് ഒരു സംഭവമാണ്. അതൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് വന്നു അത് കേൾക്കാനും കാണാനും ആയിട്ടൊക്കെ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആന്റണി ചേട്ടനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അന്ന് വന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെ സൈക്കിളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇപ്പൊ ഈ ഒരുപാട് നൂതനമായ രീതികളിലുള്ള ഈ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോഴും എന്തുകൊണ്ടാണ് ഈ സൈക്കിളിൽ തന്നെ ഇവിടെ എത്തുവാനുള്ള? സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാല്യകാലം തുടങ്ങി സൈക്കിളിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതെന്തായിരുന്നു അതിനുള്ള ഒരു കാരണം? അതൊരു കാരണം, നമ്മൾക്കൊരു ആണെന്നുള്ള നിലക്കൊരു വാഹനത്തോടൊരു താല്പര്യം കാണുമല്ലോ. അപ്പൊ എനിക്ക് അന്ന് സൈക്കിളിനെ കുറിച്ച് നമ്മളന്ന് ചിന്തിക്കണുള്ളൂ. സൈക്കിളല്ലാതെ വേറൊരു വാഹനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള വകുപ്പില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല. അങ്ങനെ ഞാൻ സൈക്കിള് എനിക്ക് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടെന്ന് അപ്പനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പനൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിള്, അറ്റ്ലസ് കമ്പനിക്കാരുടെ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ എനിക്ക് മേടിച്ചു തന്നു. അങ്ങനെ ഞാൻ അതുമായിട്ടാണ് വർക്ക്ഷോപ്പിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കോളേജിൽ വന്നപ്പോഴും ഞാൻ 40 വർഷം ആ സൈക്കിൾ സൂക്ഷിച്ചു. അറ്റ്ലസ് സൈക്കിള്
40 വർഷത്തോളം ഞാനത് സൂക്ഷിച്ചു. ആദ്യമായിട്ട് ഏത് പ്രായത്തിലുള്ള ഈ സൈക്കിൾ ചവിട്ടുന്നത്? ഞാൻ സൈക്കിൾ ചവിട്ടണത് ഒരു 12-13 വയസ്സുള്ളപ്പോൾ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. ആ സൈക്കിൾ അങ്ങനെ സൂക്ഷിച്ച് ലാസ്റ്റ് അത് നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു പുതിയ സൈക്കിൾ വേറെ മേടിച്ചു. ആ സൈക്കിളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പോൾ യാത്ര വളരെ ഈ കുമ്പളം തേവര ഫെറി സർവീസ് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നെട്ടൂർ വഴി കറങ്ങി വരുമ്പോൾ പാലത്തിൻ്റെ സ്റ്റെയർ കയറണം. അപ്പോൾ വലിയ സൈക്കിൾ എനിക്ക് പറ്റാതെ അത് പൊക്കിക്കൊണ്ട് കയറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ലേഡി ബേർഡ് പഴയ സൈക്കിൾ വാങ്ങിച്ചു. അതുമേലാണ് ഞാൻ ഇന്നും വന്നിട്ടിരിക്കുന്നത്. എനിക്ക് സൈക്കിൾ ചവിട്ടുന്നതിന് എനിക്ക് ഇപ്പോഴും ഭയങ്കര കമ്പോളും ഇൻട്രസ്റ്റുമാണ്. അത് തന്നെയല്ല നമ്മളുടെ പോക്കറ്റും കാലിയാവില്ല. സൈക്കിള് അത്ര നിസ്സാരമല്ല. നമ്മൾ സൈക്കിൾ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷവും എല്ലാം കണ്ടും കേട്ടുമൊക്കെ നമുക്ക് പോകാനായിട്ടുള്ളൊരു അവസരവും കൂടിയാണ് ഈ സൈക്കിൾ യാത്ര. എനിക്ക് തോന്നുന്നു ഈ ക്യാമ്പസിൽ തന്നെ സൈക്കിളിൽ വരുന്ന വളരെ വിരളമായ ആരുമില്ല, ആരും തന്നെ ഇല്ല. ആന്റണി ചേട്ടൻ മാത്രമേ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ സൈക്കിളിന് വന്ന ആള്. പിന്നെ ഇപ്പോഴെ ഓരോ യാത്രയുടെ പ്രശ്നങ്ങൾ ഓർത്ത് വല്ലവരും സൈക്കിളിന് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളു. അതുപോലെ തന്നെ ഒരു സൈക്കിളിൽ ഭയങ്കര കമ്പൗണ്ടായ ഒരു പ്രിൻസിപ്പളായിരുന്നു പ്രശാന്ത് പാലക്കപ്പള്ളിയച്ഛൻ. ഭയങ്കര കമ്പമായിരുന്നു പുള്ളി. എപ്പോഴും പറയും ആന്റണി ചേട്ടാ സൈക്കിള് ഉപേക്ഷിക്കരുതും, സൈക്കിൾ യാത്ര നിർത്തരുതും. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തൂല. എല്ലാ ദിവസവും സൈക്കിളിലായിരുന്നല്ലോ, മിക്ക യാത്ര സൈക്കിളിലായിരുന്നു. ഞാനും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെങ്കിലൊക്കെ ഞാൻ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. സൈക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആന്റണി ചേട്ടൻ തേവര തിരുഹൃദയ കലാലയത്തിൻ്റെ ഒരു പില്ലറാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ കോളേജിന് ഇന്നും എൻ്റെ പ്രൗഢിയോടുകൂടി നിലനിർത്തുന്നത് അതിൻ്റെ ആ ഒരു പഴയമേറിയ അതിൻ്റെ അന്തരീക്ഷവും ആ ബിൽഡിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ആന്റണി ചേട്ടൻ ഒരു വലിയ പങ്കാളിയാകുന്നു എന്നുള്ള വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയും ഈ ക്യാമ്പസിനോടൊപ്പം സഞ്ചരിച്ച് ഇനിയും അനേക ഓർമ്മകൾ ഇവിടെ നിന്ന് ഉണ്ടാകുവാൻ ആന്റണി ചേട്ടന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.